അസ്സലാമു വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളോടും അതുപോലെ തന്നെ അവരെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളോടും സ്കൂൾ വിദ്യാഭ്യാസം കൊടുക്കുന്ന രക്ഷിതാക്കളോടും പറയാനുള്ളത്, പഠിച്ചതുകൊണ്ട് എല്ലാം നേടും എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അഥവാ 1 മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്നു, 10 കഴിഞ്ഞാൽ +2 പോകുന്നു, +2 കഴിഞ്ഞാൽ ഡിഗ്രി പോകുന്നു. ഈ ഡിഗ്രി പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നതോടുകൂടി ജോലിയായി. ഇപ്പം ജോലിക്കാണല്ലോ പഠിക്കുന്നത് തന്നെ. പഠനം എന്ന് പറഞ്ഞാൽ തന്നെ ജോലി എന്നൊരു സിസ്റ്റം. കാരണം കുട്ടികൾ പഠിക്കുന്നതും രക്ഷിതാക്കൾ പഠിപ്പിക്കുന്നതും ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം ജോലിയായി മാറിയിട്ടുണ്ട്. അത് സ്കൂളുകളിൽ നിന്ന് സ്കൂളിൽ നിന്ന് അധ്യാപകരും ഇവരെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. വീട്ടിൽ നിന്ന് രക്ഷിതാക്കളും പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെയാണ്, മോനെ നന്നായി പഠിക്ക്, ജോലി കിട്ടണം. പണ്ട് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. പണ്ടത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഓരോ കുട്ടികൾക്കും കൃത്യമായിട്ടൊരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു, എനിക്ക് ഇന്നതാകണം എന്നുള്ളത്. ഇന്ന് ലക്ഷ്യമൊക്കെ മാറി, ഇന്ന് ഒറ്റ ലക്ഷ്യം മാത്രമായിട്ടുണ്ട്, ജോലി എന്നുള്ളൊരു ലക്ഷ്യം. അങ്ങനെ കുട്ടികളെ ഒരു ലക്ഷ്യബോധം ഇല്ലാത്തത് ആക്കി തീർത്തതിൻ്റെ പിന്നിൽ അധ്യാപകർക്കും ഉത്തരവാദിത്തമുണ്ട്, അതുപോലെ തന്നെ ഈ മക്കളുടെ രക്ഷിതാക്കൾക്കും ഉത്തരവാദിത്തമുണ്ട്. പുതിയ ജനറേഷനിലുള്ള മക്കൾ ധരിച്ചു വച്ചിരിക്കുന്നത്, ഈ ഒരു സിസ്റ്റത്തിലൂടെ അങ്ങനെ പോയാൽ, അഥവാ 1 മുതൽ 10ാം ക്ലാസ് വരെ, 10 കഴിഞ്ഞ് +2, +2 കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്നതോടുകൂടി എൻ്റെ ലൈഫ് സെറ്റ്, ആ ഒരു രൂപത്തിലാണ്. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ഒരു ടോക്ക്. അങ്ങനെ ഒന്നുമില്ല. ആ രൂപത്തിൽ പോകണ്ട എന്നല്ല ഞാൻ പറയുന്നത്. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം ഇല്ല എന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം വേണ്ട എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. മറിച്ച് ഇത് മാത്രമാണ് രക്ഷപ്പെടുള്ളൂ, ഇതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെടുള്ളൂ എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, നിങ്ങളുടെ കഴിവുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. എപ്പോഴും നമ്മുടെ കഴിവുകൾക്ക്, എന്താണോ നമ്മുടെ സ്കില്ല്, അതിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. പഠനത്തിന് എത്രത്തോളം നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അതേ പ്രാധാന്യം അല്ലെങ്കിൽ അതിനേക്കാളും ഒരു പടി പ്രാധാന്യം നിങ്ങളുടെ കഴിവുകൾക്ക്, നിങ്ങളുടെ സ്കില്ല് എന്താണോ അതിന് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ചിലർക്ക് കൃഷിയോട് താല്പര്യമുള്ളവരുണ്ടാകും. അവർ ആ മേഖലയിലും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ടെക്നിക്കൽ പരമായ കാര്യങ്ങൾ താല്പര്യമുള്ളവർ, മറ്റ് കലാപരമായ താല്പര്യമുള്ള ആളുകൾ, ഇങ്ങനെ നിങ്ങൾക്ക് എന്തിനാണോ താല്പര്യം അതിനും കൂടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. ഇതാരോ ഉണ്ടാക്കി വെച്ചൊരു സിസ്റ്റമാണ് ഈ 10ാം ക്ലാസ്, +2, ഡിഗ്രി എന്നൊക്കെ ഉള്ളത്. ഇതിലൂടെ മുന്നോട്ട് പോയാൽ നിങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾക്കിത് കഴിയുന്നതോടുകൂടി ജോലി കിട്ടും എന്നൊന്നും കരുതിയിട്ട് ആരും പഠനം മുന്നോട്ട് കൊണ്ടുപോകരുത്. ഇപ്പോൾ ചില മക്കളുടെ ലക്ഷ്യം തന്നെ പഠിക്കുക, സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, ജോലി കിട്ടുക. ആരാ പറഞ്ഞത് ഇവിടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായ ജോലി കിട്ടുന്നു? ഇപ്പം ജോലി എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലൂടെ പഠിച്ച മക്കൾക്ക് ജോലിയില്ല. അവരാകെ പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ജോലിക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ കുറ്റം മുഴുവനും ഇവിടുത്തെ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് കുറ്റം പറയും. അവർക്ക് ഈ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെ ലക്ഷ്യം. പുതിയൊരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അത് പരീക്ഷണം നടത്തി അതൊക്കെ വിജയിപ്പിക്കുക എന്നുള്ള തലത്തിലേക്ക് എത്തുമ്പോഴേക്ക് ഇതെന്താകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്താണോ സിസ്റ്റം ഉള്ളത് അതേ സിസ്റ്റത്തിൽ അങ്ങനെ മുന്നോട്ട് പോവുക. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ സിസ്റ്റം തന്നെ തകരാറിലാണ്, തെറ്റാണ്. ഇതിലൂടെ പോകുന്ന വളരെ കുറഞ്ഞ കുട്ടികൾക്ക്, അഥവാ 1000 ഈ സിസ്റ്റത്തിലൂടെ പോയ കുട്ടികൾക്ക് ഏറി വന്നാലും 8-10 കുട്ടികൾ രക്ഷപ്പെടും. ബാക്കി എല്ലാവരും പെരുവഴിയിലാണ്. അതിപ്പോൾ ഈ പഠനം കഴിഞ്ഞ ആളുകളെ നിങ്ങൾ പരീക്ഷിച്ചാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ മനസ്സിലാക്കി അതിനും നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. രക്ഷിതാക്കളും അതിന് പ്രോത്സാഹനം കൊടുക്കണം, അധ്യാപകരും അതിനു വേണ്ടി പ്രോത്സാഹനം കൊടുക്കണം. അല്ലാതെ വെറും ഒരു ജോലി എന്നൊരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടിട്ട് നിങ്ങളുടെ മുന്നിലുള്ള മക്കൾ, ഇതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഈ പഠിപ്പിക്കുന്ന അധ്യാപകർ, അവർക്ക് ഈ അധ്യാപനം എന്നുള്ളത് വെറും ഒരു ജോലി മാത്രം. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഗവൺമെൻറ് ജോലി എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പഠിച്ച് അങ്ങനെ ഭാഗ്യത്തിന് ഗവൺമെൻറ് ജോലി കിട്ടി. പിന്നെ ഈ അധ്യാപനം എന്നുള്ളത് അവർ കാണുന്നൊരു ജോലിയായിട്ടാണ്. മാസം കൃത്യമായിട്ട് ശമ്പളം കിട്ടണം, അത് കഴിഞ്ഞാൽ പീരീഡ് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടണം. ഈ ഒരു ലക്ഷ്യത്തിലൂടെ മാത്രം ജോലി ചെയ്യുന്ന ഒരു വർഗ്ഗമായിട്ട് ഗവൺമെൻറ് അധ്യാപകർ മാറിയിട്ടുണ്ട്. അപ്പോൾ തന്നെ തങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്കും ഇവർ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്, ജോലി ജോലി കിട്ടണം കേട്ടോ എന്നുള്ളത്. ഒരു 4 ആളുകൾക്ക് ജോലി കൊടുക്കാൻ മാത്രം നിങ്ങൾ വളരണം എന്ന് ഒരൊറ്റ അധ്യാപകനും പറഞ്ഞു കൊടുക്കാറില്ല.
നിങ്ങൾ കാരണം ഒരു 8-10 ആളുകൾക്ക് ജോലി കിട്ടണം, ആ ഒരു നിലയിലേക്ക് നിങ്ങളെത്തണമെന്ന് രക്ഷിതാക്കൾ പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അധ്യാപകർ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ജോലി കിട്ടണം. അപ്പോഴും അവരെ അടിമകളാക്കി വെക്കാനാണ് ആര് ശ്രമിക്കുന്നത്? അധ്യാപകർ ശ്രമിക്കുന്നത്. ഈ മുന്നിലിരിക്കുന്ന കുട്ടികളിൽ പല നല്ല കഴിവുള്ള കുട്ടികളുണ്ടാവും. ആ കഴിവുകളെ വളർത്തി കൊണ്ടുവന്നിട്ട് അവരുടെ കഴിവിലൂടെ അവരൊരു നിലയിലെത്തിയിട്ട് അവർ മുഖാന്തരം കുറച്ച് ആളുകൾക്ക് ജോലി കൊടുക്കണം. അതല്ലേ വേണ്ടത്? എല്ലാ സിസ്റ്റവും മാറി. ജോലി എന്നുള്ളൊരൊറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രം നമ്മുടെ മക്കളുടെ ചിന്തയെയും നമ്മുടെ മക്കളെ കഴിവുകളൊക്കെ തളച്ചിട്ടിട്ട് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കച്ചവടമാണ്. കച്ചവടം എന്ന് തന്നെ പറയാം, വിദ്യാഭ്യാസ കച്ചവടം. സർട്ടിഫിക്കറ്റ് കച്ചവടം ചെയ്യുന്ന ഒരു പരിപാടി. സർട്ടിഫിക്കറ്റ് ആർക്കാണ് ഉണ്ടാക്കാൻ കഴിയാത്തത്? ഒരു കടലാസ് കഷ്ണമാണ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ ഈ എം.എ. യൂസുഫ് അലി, വലിയ അറിയപ്പെട്ട ഒരു ബിസിനസ് രംഗത്ത് വിജയിച്ച ആളാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, അതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഞങ്ങൾ ചോദിക്കും. പക്ഷേ അവരൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട്, നിങ്ങളുടെ കഴിവുകൾ, അതിൽ നിങ്ങൾ ആത്മവിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും. എല്ലാവരും വിദ്യാഭ്യാസം കൊണ്ട് രക്ഷപ്പെടുമെന്ന് ആർക്കും ഇവിടെ അവകാശമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിസ്റ്റം അത് ശരിയാണ്, അല്ലെങ്കിൽ അതിലൂടെ പോയാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ആർക്കും ഉറപ്പില്ല. അതുകൊണ്ട് നിങ്ങളുടെ കഴിവുകൾക്ക് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക.